അങ്ങനെ കുറെ നാളായി കാത്തിരുന്ന നമ്മുടെ നെറ്റ്ഫ്ലിക്സിന്റെ ഫ്രാങ്കിൻസ്റ്റൈൻ മൂവി ഞാൻ കണ്ടു. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സിനിമ തന്നത്. മേരി ഷെല്ലിയുടെ ഇതേ പേരിൽ തന്നെയുള്ള ഒരു നോവലിൽ നിന്നാണ് ഈ സിനിമയും അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. 1931 മുതൽ പലതവണ ഈ നോവൽ ബേസ് ചെയ്ത് കുറെ സിനിമകളും കാർട്ടൂൺസ് ഒക്കെ വന്നിട്ടുണ്ട്. മരണത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സയന്റിസ്റ്റായ വിക്ടർ മരണമില്ലാത്ത ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? വിക്ടറിന്റെ ശ്രമം വിജയിച്ചോ? ഇതൊക്കെയാണ് ഈ സിനിമയുടെ കഥ. സിനിമയിലേക്ക് വന്നാൽ പടത്തിന്റെ ക്വാളിറ്റി ഒന്നും പറയാനില്ല. ശരിക്കും ഓരോ ഫ്രെയിമും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാൾപേപ്പർ ആക്കി വെക്കാം. അത്രയ്ക്ക് സൂപ്പറാണ്. നമ്മൾ വെനസ്ഡേ സീരീസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഗോഡിക് ക്ലാസിക് ടച്ച് പടത്തിലെ ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാൻ പറ്റും. സിനിമയിൽ ഒരു ലൈറ്റനിങ് സീക്വൻസ് വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു ഭംഗി എടുത്തു തന്നെ പറയണം. മേക്കിംഗ് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ഈ പടം കാണാം. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കോസ്റ്റ്യൂംസും കളർ ഗ്രേഡിങ്ങും എല്ലാം നന്നായിട്ടുണ്ട്. ഇനി പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓസ്കാർ ഐസക് അതുപോലെ ക്രീച്ചറായി അഭിനയിച്ച ജേക്കബ് രണ്ടുപേരും കലക്കി. പ്രത്യേകിച്ച് ഓസ്കാർ ഐസക്, പുള്ളി വിക്ടർ ആയിട്ട് അങ്ങോട്ട് ജീവിക്കുകയായിരുന്നു. മൂൺ നൈറ്റിൽ പുള്ളിയുടെ ആക്ടിംഗ് സ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. ഒബ്സസ്ഡ് ആയ ഒരു സയന്റിസ്റ്റ്, ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. രണ്ട് പേഴ്സ്പെക്റ്റീവിൽ ഫ്ലാഷ് ബാക്കിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. സ്റ്റോറിയിൽ വലിയ പുതുമയൊന്നുമില്ല. 1818 ഇതിന്റെ നോവൽ പുറത്തിറങ്ങുന്നത്. ആ ഒരു ടൈമിൽ ഈ കോൺസെപ്റ്റ് ഫ്രഷ് ആയിരുന്നു. പക്ഷെ 2025 നിന്ന് നോക്കുമ്പോ ഇത് നമ്മൾ കണ്ടുമെടുത്ത ആ കഥ തന്നെയാണ്. പടത്തിലെ ചില സീനൊക്കെ കണ്ടപ്പോ എനിക്ക് നമ്മുടെ യന്ത്രനൊക്കെ ഓർമ്മ വന്നു. ക്രിയേറ്ററും ക്രീച്ചറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ടൈപ്പ് കഥകള് നമ്മൾ കുറെ കണ്ടിട്ടുണ്ടല്ലോ. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. എനിക്ക് എന്തായാലും ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രാങ്കൻസ്റ്റൈനെ ഒരു ഭീകര ജന്തുവായി കാണിക്കാതെ ആ ക്യാരക്ടറിന്റെ ഇമോഷൻസിലൂടെ കഥ പറഞ്ഞു പോകുന്നത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പറ്റിയാലൊന്ന് കണ്ടു നോക്കുക. എനിക്ക് ഈ സിനിമ ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആയിരുന്നു.